നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കാലവർഷം എത്തും മുമ്പേ കനത്ത മഴയാണ് കേരള തീരത്ത് ലഭിക്കുന്നത്. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലുള്ള മേഘവിസ്ഫോടനം പോലെ കനത്ത മഴ വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കാമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. ലാ നിന IOD പ്രതിഭാസങ്ങൾ കൂടി എത്തിയാൽ മൺസൂൺ കാലത്ത് കേരളം കനത്ത ജാഗ്രത പുലർത്തേണ്ടി വരുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ദീർഘകാല ശരാശരിയുടെ 6% വരെ അധികം മഴ ലഭിക്കാമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. കാലവർഷത്തിനൊപ്പം കനത്ത മഴ നൽകുന്ന 2 പ്രതിഭാസങ്ങൾ കൂടി ഇത്തവണ പ്രതീക്ഷിക്കാം. ലാ നിന, ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ പ്രതിഭാസങ്ങൾ ഒരുമിച്ചെത്തുന്നത് അപ്രതീക്ഷിത കാലാവസ്ഥയ്ക്കുള്ള ഘടകങ്ങളാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ കരുതുന്നത്. 1 മണിക്കൂറിൽ 100 മില്ലിമീറ്റർ മഴ ലഭിച്ചാൽ അത് മേഘവിസ്ഫോടനമാകും. കൊച്ചിയിൽ ഇന്നലെ 1 മണിക്കൂറിനിടെ പെയ്തത് 103 സെന്റിമീറ്റർ മഴയാണ്. 14 കിലോമീറ്റർ മുകളിലെത്തിയ മഴമേഘങ്ങളാണ് കൊച്ചിയിലെ മേഘവിസ്ഫോടനത്തിന് കാരണം. വടക്കു പടിഞ്ഞാറൻ കാറ്റ് ഈ മഴമേഘങ്ങളെ കൊച്ചി തീരത്തെത്തിച്ചു. അപ്രതീക്ഷിതമായ ഇത്തരം മേഘവിസ്ഫോടനങ്ങൾ ഇനിയും കരുതിയിരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിലെ മൺസൂൺ കാലത്തിൽ മാറ്റമുണ്ടായെന്ന് നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമാണ് കേരളത്തിൽ അസാധാരണമായ മേഘവിസ്ഫോടനം ഉൾപ്പെടെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത്. അതേസമയം കേരളത്തിൽ ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലവർഷത്തിന്റെ ഭാഗമായുള്ള മഴയാണ് ഇപ്പോൾ കേരളത്തിൽ ലഭിക്കുന്നതെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചു. കാലവർഷക്കാറ്റുകൾക്കൊപ്പം തെക്കൻ തമിഴ്നാട് തീരത്തുള്ള ചക്രവാത ചുഴിയും മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. ചെറിയ സമയം കൊണ്ട് കൂടുതൽ മഴ ലഭിക്കുന്ന പ്രതിഭാസത്തിനാണ് സംസ്ഥാനത്ത് സാധ്യത. മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും പ്രതീക്ഷിക്കുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരമേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി. കടലിൽ പോകുന്നതിന് മത്സ്യത്തൊഴിലാളികൾക്കും നിയന്ത്രണമുണ്ട്. തെക്കൻ കേരള തീരം, ലക്ഷദ്വീപ് തീരം എന്നിവിടങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നാണ് നിർദ്ദേശം.